കൂട്ടിലെത്താൻ കൊതിക്കുന്ന കുയിൽ കുഞ്ഞും നിന്റെ പാട്ടു കേട്ടു മണിത്തൊട്ടിൽ ചൂടറിയും ആട്ടവിളക്കണഞ്ഞൊരി വെൽക്കം സുഗമന്നോ സുഗമന്നോ പുത്ത ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും ദൂരെ എന്നെ മോട്ടിവേറ്റ് ചെയ്തത് ചാനൽ നിർത്തല്ലേ എന്നും പറഞ്ഞിട്ട്. എനിക്ക് ഇത്രയും കമന്റ്സ് കുറെ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും കമന്റ്സ് വരുന്ന ഒരു വീഡിയോ ഉണ്ടായത്. എല്ലാവരും ഒരാൾ പോലും ചാനൽ നിർത്തിക്കോളാൻ പറഞ്ഞില്ല. ആരും നിർത്തല്ലേ എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഞാനിങ്ങനെ ഏട്ടനെ കാണിച്ചു കൊടുക്കുമായിരുന്നു കമന്റ്സ് ഒക്കെ. ഏട്ടൻ ഒന്ന് വായിച്ചു നോക്ക്, കണ്ണ് നിറഞ്ഞു പോകുന്നുള്ളത്. അപ്പം കമന്റ് ചെയ്ത എല്ലാവർക്കും നന്ദി കേട്ടോ. കമന്റ് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ്. ഇന്നത്തെ വീക്കെൻഡ് ഹാപ്പി വീക്കെൻഡാണ്. കാരണം നമുക്ക് ഒരു ലോങ് ഹോളിഡേയ്സ് വരുന്നുണ്ട്, ഈദിന്റെ ഹോളിഡേയ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷത്തിലാണ്. സൺഡേ വർക്കിംഗ് ആണ്. ഞാൻ ചിലപ്പോൾ പോകും, ചിലപ്പോൾ പോവില്ല, അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഭയങ്കര ഹാപ്പിയാണ്. ഇനിയിപ്പോൾ ഒരാഴ്ച ഉണ്ട്, ഫുൾ വീക്ക് നമ്മൾ ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആഗ്രഹമുണ്ട്, നോക്കാം എന്തായാലും. അപ്പോൾ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റതേ ഉള്ളൂ. ആദ്യയുടെ പനി കുറഞ്ഞോന്ന് ഒരുപാട് പേര് ചോദിച്ചു. അവർക്കും താങ്ക് യു. ആദ്യയുടെ പനി ശരിക്കും കുറഞ്ഞു. അതിന് ശേഷം നമ്മൾ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. പിറ്റേ ദിവസം പനിയില്ലായിരുന്നു, ചുമയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൈ അയച്ചു. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ വാങ്ങിച്ചു. ആൻറ്റിബയോട്ടിക്സ് ഒന്നും അല്ല, നോർമൽ പനിയുടെ മരുന്നൊക്കെ അതൊക്കെ കൊടുത്തു. ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, ചുമയും എല്ലാം സെറ്റായി, കുഴപ്പമില്ല. ഓക്കെ, അപ്പം എൻ്റെ ചക്കരകളാണ് നിങ്ങളെല്ലാവരും. എനിക്ക് എന്നെ ഇത്രയധികം സ്നേഹിക്കുന്നതിനൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമുക്കിനി രാവിലെ എഴുന്നേറ്റിട്ട് പോയി മഞ്ഞൾ വെള്ളം കുടിക്കട്ടെ കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് മഞ്ഞൾ വെള്ളം കുടിക്കാം. അനി വെള്ളം നല്ലല്ലേ? നല്ല വെള്ളമല്ലേ ഇത്? മഞ്ഞൾ വെള്ളം കുടിക്കാൻ വേണ്ടി ചുമ്മാ വെള്ളം കുടിക്കുന്നല്ലേ? മഞ്ഞൾ ഇട്ടിട്ടില്ല കേട്ടോ, മഞ്ഞൾ ഇട്ടെ. ഇന്നിവിടെ കുക്കിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഇന്നലെ നമ്മുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ബാക്കി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ലഞ്ചൊന്നും കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇല്ലെങ്കിൽ ഞാനല്ല കുക്ക് ചെയ്യുന്നത്, എന്നാലും കുറച്ചുണ്ടാക്കിയുള്ളൂ. കാരണേ എപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. വെരി ഗുഡ് കാണാ മിടുക്കൻ. അപ്പം അതുകൊണ്ട് ഇന്ന് വലിയ കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ആദ്യയിലൂടെ കളിക്കുക, അങ്ങനെയൊക്കെയാണ് പരിപാടി. വൈകിട്ട് പുറത്തു പോകുന്നുണ്ടോ ഏട്ടാ? ഏട്ടാ എവിടെയെങ്കിലും പുറത്ത് പോകും. ഇന്നലെ മാലിക്ക് കാണണം. അപ്പം ഇന്ന് നിങ്ങളോട് എൻ്റെ റിവ്യൂ പറയണമെന്നൊക്കെ ഓർത്താണ്. പക്ഷെ കണ്ടില്ല. നല്ല ഫ്രണ്ട്സ് വന്നിട്ട് അവർ പോയത് ലേറ്റ് ആയിട്ടാണ്. പിന്നെ നമുക്ക് കാണാൻ സമയമില്ലായിരുന്നു. ഞങ്ങൾ കിടന്ന് ഉറങ്ങി. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ചിലപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് കാണാൻ കുറച്ച്. എന്തായാലും ഫുൾ കണ്ട് തീർക്കില്ല, നിങ്ങൾ കാണാൻ പറ്റില്ല. അതൊക്കെ എന്താ പറയുക, ഭയങ്കര എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു സിനിമയായിരുന്നു. അതൊക്കെ പെട്ടെന്ന് തന്നെ കാണണമെന്നുണ്ട്. പറ്റുവാണെങ്കിൽ ഇന്ന് കാണണം. ഓക്കെ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് അപ്പവും ചിക്കനുമാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അപ്പം ഉണ്ടാക്കാൻ പോവാണ്. അപ്പത്തിൻ്റെ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായി, നേരം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അപ്പം ചുടാൻ പോവാണ്. മാവ് അരച്ചിട്ട് ഇങ്ങനത്തെ നീളം പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കും. അങ്ങനെയാണെങ്കിൽ എന്താ സ്പേസ് ലാഭം കിട്ടും. ഇത് പോരെ, കുഴപ്പമില്ല. അതിങ്ങോട്ട് പോരേന്ന് പറയാ. ആ, ലുലുവില് കിട്ടും കേട്ടോ. ഇതൊരു സെറ്റൊക്കെ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ദോശമാവ് ഇഡലി മാവൊക്കെ അരച്ച് വെക്കാം. പിന്നെ ആദ്യയുടെ ബാക്ക്ഗ്രൗണ്ട് പാട്ടുകളാണ് കേട്ടോ കേൾക്കുന്നത്, കേൾക്കണത്. എല്ലാം ചിക്കൻ കറിയൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചത് ഇരിക്കണ കേട്ടോ. ഇന്നലെ ഉണ്ടാക്കിയതായിരുന്നു. അപ്പം അതിന് ചൂടാക്കി കഴിക്കാമെന്ന് ഓർത്തു. കാലത്ത് സാധാരണ അങ്ങനെ നോൺ വെജ് കഴിക്കാറില്ല. പക്ഷെ അപ്പം ചിക്കനൊക്കെ ആകുമ്പോൾ കഴിക്കാം. എന്നും ഇത് ഒഴിക്കുമ്പം ഭയങ്കര സൂപ്പറായിട്ട് വരുന്നതാണ്. കറക്കുമ്പോൾ ഇന്ന് കണ്ടോ, വീഡിയോ എടുത്തപ്പോൾ കണ്ടോ പകുതിയേ വന്നുള്ളൂ. അടുത്തത് ഞാൻ ശരിയാക്കി എടുക്കും. ഒഴിച്ച മാവ് കുറച്ച് കുറഞ്ഞു പോയതാ, തവി ചെറുതായിരുന്നു. എപ്പോഴും അങ്ങനെ. അപ്പൊ ദോശ ഞാൻ നന്നായിട്ട് ചുടും. വീഡിയോ എടുക്കണ ദിവസം ചുടുമ്പോൾ ശരിയാവില്ല, അല്ല അപ്പം ചുടുമ്പോൾ ശരി. അപ്പൊ കണ്ടവർക്ക് വിചാരിക്കും, ഓ ഈ പെണ്ണിന് ഒരു പണി അറിയില്ല. അങ്ങനെയല്ല കേട്ടോ, എനിക്കിതൊക്കെ ചെയ്യാനറിയാം. പക്ഷെ അത് വീഡിയോ എടുക്കുമ്പോൾ ഒരു ആരെങ്കിലും നോക്കി നിൽക്കുമ്പം അങ്ങനെ എന്റെ വിചാരിക്കും നിങ്ങളൊക്കെ ഇത് കണ്ടോണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ്.
അപ്പം എല്ലാ അപ്പവും ചുട്ടിട്ട് നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് കാണാം കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച ചിക്കൻ കറിയും ആൻറ്റിയുടെ നോൺ വെജൊക്കെ നല്ല സൂപ്പറാണ്. എല്ലാം സൂപ്പറാട്ടോ, എല്ലാം സൂപ്പറാട്ടോ. നോൺ വെജ് വേറെ ലെവലാണ്. ഇന്ന് കാപ്പിയൊക്കെ നേരത്തെ ഉണ്ടായിക്കൊണ്ട് വന്നു കേട്ടോ. ബ്ലാക്ക് കോഫിയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ. ഒരു സാധനം കാണിച്ചു തരാനാണ് കേട്ടോ. പാം ജാഗരിയുടെ മൈസൂർ പാക്ക് അന്യ ടേസ്റ്റ് ആണ്. മൈസൂർ പാക്ക് പനങ്കൽക്കണ്ടം, അതാണ് പാം ജാഗരി എന്ന് പറയുന്നത്. എന്നാ ടേസ്റ്റ് എന്നറിയോ, ഷുഗറേ ഇല്ല. ഇത് പ്രൊമോഷൻ ഒന്നും അല്ല, ഇത് എവിടെ ഉണ്ടാക്കുന്ന ഏതാന്ന് അറിഞ്ഞൂടാട്ടോ. ഇതിപ്പോ കഴിഞ്ഞ ദിവസം ഒരു ഇവിടെ വേണ്ടവർക്ക് ഡിസ്കവറിയിൽ പെരുമാൾ സ്റ്റോഴ്സ് ഉണ്ട്, തമിഴ് ഐറ്റംസ് ഒക്കെ കിട്ടുന്നത്. ഡിസ്കവറിയിലല്ല, ആ കട പലയിടത്തും ഉണ്ടെന്ന് തോന്നുന്നു. ഡിസ്കവറിയിൽ തന്നെ നമുക്കറിയുള്ളല്ലോ. അപ്പൊ പെരുമാൾ സ്റ്റോഴ്സിൽ പോയാൽ കിട്ടൂട്ടോ. പഞ്ചസാരേ ഇല്ല, പനങ്കൽക്കണ്ടോണ്ട് പന ശർക്കര ഇട്ടുണ്ട്. കുഞ്ഞിപ്പിള്ളേർക്ക് കൊടുക്കുന്ന കരിപ്പോട്ടി ഭയങ്കര ടേസ്റ്റ് ആണ്. ഓ മറ്റേ ആ പഞ്ചസാര ഇട്ട് ഉണ്ടാക്കുന്ന ഏതാണ്ട് അതേ ടേസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട്. നല്ല ചേഞ്ച്. കരിപ്പോട്ടിയുടെ ഒരു ഫ്ലേവർ വരുന്നുണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പൊ എന്റെ ഡയറ്റ് ഇത് കഴിക്കാലോ, പഞ്ചസാരയല്ലോ. ഓക്കെ, അപ്പൊ ഇതും വാങ്ങിച്ചു. പിന്നെ കടലമുട്ടായി അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. ഡബയിലോട്ട് വെച്ചു. അത് നല്ല ടേസ്റ്റ് ഉള്ള അരച്ചതാ, കണ്ടാ തന്നെ അറിയാം. ഇവിടെ അരച്ചത് എന്നോ ടേസ്റ്റ് ആണെന്ന് അറിയാമോ. അതല്ലേ ഇഞ്ചി മിഠായി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് തോന്നും. ഞാൻ ടേസ്റ്റ് ഏട്ടന് വണ്ണം കുറഞ്ഞോന്ന് പറയണേ എല്ലാരും. ഇച്ചിരി കൂടിയിട്ടുണ്ടാവും. കുറഞ്ഞു, 6 കിലോ കുറഞ്ഞു. അത്ര കുറഞ്ഞാൽ മതി അല്ലേ? അത്ര കുറഞ്ഞാൽ മതി നിങ്ങൾ പറയട്ടോ. ഞാനും കുറയ്ക്കും ഇനി. ചേട്ടൻ തന്നെയല്ലേ കുറയ്ക്കില്ല എന്ന് പറയുന്നത്. എന്നോട് ഇങ്ങനെ പറയുന്നത് 55-ന് താഴെ പോയിട്ടില്ലെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. മൺചിത്രത്താഴ് കണ്ടുകൊണ്ട് കാപ്പി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മൺചിത്രത്താഴ് ഇന്നത്തെ സിനിമയല്ല, നമ്മുടെ ടി വിയിൽ ഇങ്ങനെ ക്യാച്ചപ്പ് മൂവീസ് കാണാൻ പറ്റും, അങ്ങനെയാണ് കണ്ടത്. പിന്നെ സൂപ്പർ ടി വി എത്ര കണ്ടാലും മടുക്കില്ലല്ലോ, അത് കാരണം നമുക്ക് എത്ര തവണ കാണാം. എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ. ക്ലാസിക് എന്നാ സൂപ്പർ സിനിമയല്ലേ. അതിന്റെ തമിഴ് രക്ഷയില്ല. അതിന്റെ തമിഴും ഹിന്ദിയൊക്കെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയതാണല്ലോ തമിഴൊക്കെ. ആദിയുടെ കലാവിരുത് അതൊക്കെ കണ്ടാലും നമ്മുടെ മലയാളത്തിനെ വെട്ടിക്കാൻ പറ്റില്ല. അത് ചിലപ്പോ ആദ്യം കണ്ടുകൊണ്ടായിരിക്കും കേട്ടോ, അതല്ലാന്ന് പറയുന്നില്ല. എല്ലാ സിനിമയും നമ്മൾ ആദ്യം ഏതാണോ കാണുന്നത് അതായിരിക്കുമല്ലോ കൂടുതൽ ഇഷ്ടപ്പെടുക. ഇതിലെനിക്ക് തമിഴിലൊക്കെ എക്സാജറേഷൻ അങ്ങേയറ്റായിരുന്നു. ഇങ്ങനെ ജ്യോതികയുടെ അഭിനയൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല. ശോഭന അഭിനയിക്കുന്നത് ഭയങ്കര മിതമായിട്ടാണ്. അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് കിടുവായിട്ട് തോന്നും. മറ്റേ ജ്യോതിക അവിടെ ഓവർ ആക്ട് ചെയ്ത് എന്നാ വൃത്തിയേടാക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടേ ഇല്ല. തമിഴന്മാര് മറ്റേ സിനിമ തമിഴന്മാർക്ക് അങ്ങനെയാണല്ലോ, മലയാളികൾ അമ്മ എന്ന് വിളിക്കും, തമിഴിൽ അങ്ങനെയാണല്ലോ. അപ്പൊ അതിന്റേതായ ഓവർ ആക്ടിങ്, ജ്യോതികയുടെ ആക്ടിങ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. രജനീകാന്തിന്റെ പിന്നെ എനിക്ക് ആ ഒരു സീനുണ്ടല്ലോ, ചായ തട്ടിക്കളയണ സീനൊക്കെ. അതൊക്കെ ലാലേട്ടൻ ഇങ്ങനെ ഓടി വന്ന്, സാധാരണ മനുഷ്യന് ഓടി വന്ന് ചായ തട്ടിക്കളയും. രജനീകാന്ത് പറന്നൊക്കെ വന്നിട്ടൊക്കെയാണ് ചായ തട്ടി. എന്താ മോഹൻലാല് സാധാരണ മനുഷ്യൻ വരുന്ന പോലെയാണ് വന്നത്. സാധാരണ മനുഷ്യനല്ല. ഒരേ ഒരു ക്വസ്റ്റ്യൻ, ഏട്ടന് മോഹൻലാലിനെയാണോ രജനീകാന്തിനെയാണോ ഇഷ്ടം? മോഹൻലാൽ എന്നുള്ള ആക്ടറിനെയാണ് ഇഷ്ടം. രജനീകാന്ത് എന്ന് പറഞ്ഞ സൂപ്പർ സ്റ്റാറിനെയാണ് ഇഷ്ടം. അങ്ങനെയല്ല, രജനീകാന്ത് ആകെ കണ്ടേക്കുന്ന 2 സിനിമയുടെ രജനീകാന്തിന്റെ. ഏത് സിനിമ? ശിവാജി കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ഇറങ്ങിയ രജനീകാന്തിന്റെ സിനിമ ഏതാ? അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അത് ചുമ്മാ അല്ലല്ല, കഴിഞ്ഞ 3-4 സിനിമ ഞാൻ കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ അതൊക്കെ രജനീകാന്ത്. കുറച്ച് കൂട്ടുകാര്, രജനീകാന്തിന് ഫാൻസ് കുറച്ച് കൂട്ടുകാർ ആരൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നാച്ചുറലി കുറച്ച് സിനിമ കണ്ട് രജനീകാന്തിന്റെ ഫാനായി. അത്ര അല്ല, രജനീകാന്തിനെ എനിക്കും ഇഷ്ടം കേട്ടോ. എനിക്കും രജനീകാന്തിനെ ഇഷ്ടമൊക്കെയാണ്. ഞാൻ പറഞ്ഞത് രജനീകാന്ത് എന്ന് പറയുന്ന നടനെ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല.
എനിക്ക് കുറച്ച് ഓവറായിട്ടാണ് എപ്പോഴും. പുള്ളി നല്ലതാന്നേ. ഓക്കെ ഓക്കെ, അതല്ല സബ്ജക്ട്, അതല്ല. ഓക്കെ, ഇനിയിപ്പോ രജനീകാന്ത് ഫാൻസ് വന്ന് പൊങ്കാലിടുമല്ലേ ശരിയാ. എനിക്ക് ലാലേട്ടൻ മമ്മൂട്ടിയെ കഴിഞ്ഞിട്ടുള്ളൂ, വേറെ ആരും. ഷാറുഖ് ഖാൻ അങ്ങനെയല്ല കേട്ടോ, ഷാറുഖ് ഖാൻ വേറെ ലെവലാണ്. അപ്പം പറഞ്ഞു വന്നത്, അപ്പൊ ഇതില് എനിക്ക് പിന്നെ അക്ഷയ് കുമാറൊക്കെ പിന്നെ സീൻ ബൈ സീൻ മോഹൻലാലിന്റെ മാനറിസം വരെ കോപ്പി അടിച്ചേക്കുമായിരുന്നു. നടന്നില്ല. അല്ല അത് തന്നെ. ഇങ്ങനെ ഈ സുരേഷ് ഗോപിനെ വെട്ടിയിട്ട് ലാലേട്ടനെ കണ്ണട എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ ലാലേട്ടന്റെ ഒരു മാനറിസം ആണ്. നമുക്ക് ലാലേട്ടനെ കണ്ട് നമുക്കറിയാം പുള്ളി ചെയ്യുന്ന ഒരു സംഭവമാണത്. അതൊക്കെ അതേപോലെ തന്നെ ഇവൻ എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുന്ന സീൻ. അപ്പൊ ഞാൻ അപ്പൊ അതുകൊണ്ട് പറഞ്ഞു വന്നത് ബുൽബുലയെയും തമിഴില് എന്റെ പേരെന്താ, എന്താണോ മനുഷ്യത്തായിന്റെ തമിഴ്, അത് വെച്ച് ചന്ദ്രമുഖി, അത് തന്നെ. എനിക്ക് മനുഷ്യത്താഴ് പിന്നെ ഈ പറഞ്ഞാൽ നമ്മള് ഫസ്റ്റ് കണ്ടുകൊണ്ടാണ്. പിന്നെ എങ്ങനെയൊക്കെ വന്നാലും ശോഭനയുടെ അത്ര നമുക്ക് ഇഷ്ടാവില്ല ജ്യോതിക കഴിയുമ്പോ. ശോഭനയൊക്കെ നമ്മൾ കണ്ട് വളർന്നത് ശോഭനേനെയും മോഹൻലാലിനെയൊക്കെ ആയതുകൊണ്ട് അതിന്റെയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ പറഞ്ഞാൽ അതുള്ളൂ. ഇനി രജനീകാന്തിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അക്ഷയ് കുമാറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ജ്യോതികനെയൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഇവർക്കൊന്നും ആക്ടിങ് ഈ സിനിമയിൽ എനിക്ക് ലാലേട്ടന്റെ അത്രയും അല്ലെങ്കിൽ ശോഭനയുടെ അത്രയും ഇഷ്ടപ്പെട്ടില്ല. അത്രയാണ് പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ, ഇനിയിപ്പോ ഇന്ന് ഉച്ചക്ക് മാലിക് കാണണം. അതിന്റെ കുറച്ച് അവിടെ നിന്ന് ഇവിടെ നോക്കി ഞാൻ ടിക്ടോക്കില് കണ്ടു. അതൊക്കെ നന്നായിട്ടുണ്ട്. ഈ ചേട്ടൻ ഇങ്ങനെയാന്നേ, ഈ ഒരു സിനിമ കാണാൻ ടിക്ടോക്കിൽ ഇങ്ങനെ സിനിമകൾ വന്നുകൊണ്ടിരിക്കും. ഞാനാണെങ്കിൽ നമ്മൾ കാണാൻ പോണ സിനിമയുടെ സീൻ പോലും കാണില്ല. ഇയാള് ഇരുന്ന് ഓൾമോസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ കണ്ടുവയ്ക്കും. എന്നിട്ട് ക്ലൈമാക്സ് അന്നൊക്കെ തോന്നിയ അപ്പൊ ഞാൻ മാറ്റും. പക്ഷെ ഈ ടിക്ടോക്കിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ ഇന്നൊരു സിനിമ റിലീസായി എന്ന് വെച്ചോ, തന്നെ അതിന്റെ ഇങ്ങനെ പല പാർട്ട് 1 പാർട്ട് 2 പാർട്ട് സ്ക്രോൾ ചെയ്ത് പല പാർട്ടും കാണാലോ. അപ്പൊ ഞാൻ അത് മൊത്തം ഇരുന്ന് കാണില്ല. ആ വന്ന ഒരെണ്ണം ഏതായാലും ഞാൻ കാണും. നമുക്ക് 2-3 അടുപ്പിച്ചുള്ള 2 ആയിരിക്കില്ല, അത് അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിരിക്കും. പക്ഷെ അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് സിനിമയുടെ ഒരു എസെൻസ് കിട്ടും. അപ്പൊ അത് കാരണം എന്താ കൂടുന്ന വെച്ചാൽ എനിക്ക് മനസ്സിലാവും ഈ സിനിമ കാണണോ വേണ്ടോ എന്നുള്ളത്. ഇങ്ങനെ അത് കാരണം ഇവള് ചില പൂതറ സിനിമകളൊക്കെ എടുത്തോണ്ട് വരും. എന്നിട്ട് ഷേർണി എന്നൊക്കെ പറഞ്ഞ സിനിമ ഞാൻ 100 തവണ പറഞ്ഞാണ് അത് കൂതറയായിരിക്കും കാണണ്ട. ഒരു നടനോ നടിയോ ഉണ്ടെന്ന് പറഞ്ഞ സിനിമ നന്നാവണമെന്നില്ല. അങ്ങനെയല്ല, വിദ്യാബാലൻ വരുമ്പോ അതിൽ നമുക്ക് എന്തെങ്കിലും എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ. വിദ്യാബാലന്റെ ശകുന്തളാദേവി നല്ലായിരുന്നില്ലേ? ശകുന്തളാദേവി നല്ലതായിരുന്നു. പക്ഷെ അതും ഈ ഒരു 2 മണിക്കൂർ ഇന്ന് കണ്ടിരിക്കാനുള്ള സിനിമ ഒന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ നല്ലോണം അഭിനയിക്കുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മളൊരു സിനിമ മൊത്തം ഡിസാസ്റ്റർ ആയിരുന്നു. അത് പറയണ്ടേ. ഇപ്പൊ ഫാമിലി മാൻ എന്ന് പറഞ്ഞ സീരീസ് ഇറങ്ങിയായിരുന്നു. അതും കഴിഞ്ഞ വർഷം ഇതേപോലെ, കഴിഞ്ഞ തവണ ഇതുപോലെയായിരുന്നു, ഇപ്രാവശ്യം അതുപോലെ തന്നെ. ഭയങ്കര ഉത്സാഹമാണ്. ഭയങ്കര സസ്പെൻസ്, ത്രില്ലർ, മറ്റേത് അത്. എന്നിട്ട് കഴിഞ്ഞ സീസണും ഇതേപോലെ ഒരു 4 എപ്പിസോഡ് കണ്ടു കഴിയുമ്പോ ഇനി എനിക്ക് താല്പര്യമില്ല കേട്ടോ, വേണേട്ടം കണ്ടോ. കഴിഞ്ഞ സീസൺ മൊത്തം ഞാൻ ആദ്യം കണ്ടു തീർത്തിട്ട് പിന്നെ എല്ലാ ദിവസവും ഞാൻ ചോദിക്കും കാണാന്ന് പറയുമ്പോ നമുക്ക് നാളെ കാണട്ടോ. അങ്ങനെ ഒരു മാസം തള്ളി. അത് കഴിഞ്ഞ് എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ ഇരുന്ന് കണ്ട് സൂപ്പറാക്കി ഇടുവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഏതാണ്ട് 2 മാസം കഴിഞ്ഞപ്പോ എങ്ങാണ്ട് അവള് 10 ദിവസം എടുത്ത് പിന്നെ അത് കണ്ടു. എനിക്കാണ് ഇങ്ങനത്തെ സീരീസ് ഒന്നും അത് പിടിച്ചു നിർത്താൻ പറ്റില്ല. കണ്ടു തുടങ്ങി ഒരു 2 എപ്പിസോഡ് ആരാ രാത്രി എന്ന് പറയണ കേട്ടോ. ഒരു എപ്പിസോഡ് കാണാം, ഒരു എപ്പിസോഡ് കാണാന്ന് പറയാറ് ആരാ? 10 വർഷം മുമ്പേ ഉണ്ടായിരുന്നു പറഞ്ഞു. മണിഹേസ്റ്റ് കണ്ടപ്പോ ആരായിരുന്നു പറയാറായിട്ട്? പറഞ്ഞ മണിഹേസ്റ്റ് നമ്മള് കണ്ടത് 5 വർഷം മുമ്പാണ്. ഓ ശരിയാ, കഴിഞ്ഞ ആഴ്ച അല്ല, നമ്മള് അബുദാബിയിൽ വെച്ചാണ്ടേ. ശരി. 3 വർഷം 3 വർഷമല്ല 2 വർഷം. അപ്പൊ മറ്റേന്താ ഫാമിലി മാൻ കണ്ടിട്ടില്ലാത്ത ആൾക്കാര് പ്ലീസ് പോയി കാണും. അത് ഈ സീസൺ കണ്ടു തീർത്തോട്ടെ. പണ്ട് സാമന്ത പൊളിച്ചു വേറെ ലെവൽ. ഞാൻ കാണും. ഓ ഫെമിനിസ്റ്റ് ഫെമിനിസ്റ്റൊന്നും പറയാനിപ്പോ എനിക്ക് ഇഷ്ടമില്ല. ഇപ്പൊ എന്താ പറയാ, ഫെമിനിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്കിപ്പോ ഞാനൊക്കെ ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന എന്താ പറയാ, എനിക്കൊരു ബോധം വന്നപ്പോ തുടങ്ങി ഞാൻ പെണ്ണുങ്ങൾക്ക് എല്ലാം കിട്ടണം. അപ്പൊ ഞാനൊക്കെ ഇന്റർവ്യൂ എടുക്കുകയൊക്കെ തന്നെയാണെങ്കിലും ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഈക്വൽ ആയിട്ട് പെർഫോം ചെയ്ത
എനിക്ക് ആ ഒരു പെങ്കൊച്ചിന് കൊടുക്കണം എന്ന് എനിക്ക് ഭയങ്കര എപ്പോഴും ഒരു ചിന്ത. അപ്പൊ എന്റെ ഓഫീസിൽ തന്നെ അതിന്റെ പേരിൽ ഒരുപാട് ക്ലാഷസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ല, എനിക്കിപ്പോ പെൺപിള്ളേരോട് ഒരു പ്രത്യേക ഒരു ഇതാണ്. ഓക്കെ, അവളുടെ കുടുംബം നോക്കുന്നു, അവളുടെ ഒരു ഇൻഡിപെൻഡന്റ് ആവുന്നു എന്നൊക്കെ കാണുമ്പോൾ അവനൊക്കെ എന്തെങ്കിലും കാണിച്ച് ജീവിച്ചു. പെൺപിള്ളേർക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ് ഇന്നത്തെ കാലത്ത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് അല്ല, ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ, പെൺകുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്താറുണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ എനിക്കിപ്പോ അവർക്ക് അല്ലെങ്കിൽ കിട്ടാനുള്ള ഇപ്പൊ എല്ലായിടത്തും പെണ്ണുങ്ങൾ വന്നു കഴിയുമ്പോഴത്തേക്കും പെണ്ണുങ്ങൾ എടുക്കുന്ന റിസ്ക് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഓഫീസിൽ ഡിസ്കഷൻ നടക്കാം. ഇവിടെയല്ല, ഇന്ത്യയില് അവളുടെ കല്യാണം ഇപ്പൊ കഴിഞ്ഞോളൂ, അപ്പോൾ ചിലപ്പോ ഇപ്പൊ തന്നെ ഗർഭിണിയാവാൻ സാധ്യതയുണ്ട്, ഗർഭിണി അവള് മെറ്റേണിറ്റിക്ക് പോകും, ഇപ്പൊ അവള് എടുക്കണ്ട. മനസ്സിലായോ? ആ ഒരു ചിന്താഗതിയൊക്കെ വെച്ചാണ് ഒരു ഇന്റർവ്യൂ എടുക്കുമ്പോ തന്നെ. ഇത് ഞാൻ തെറ്റാന്ന് പറയില്ല, കാരണം എന്തായാലും പ്രൊജക്ട് പ്ലാൻ ഉണ്ടെങ്കിൽ അതിനെ ഇമ്പാക്ട് ചെയ്യുന്നുള്ളതൊക്കെ ഉണ്ടാകാം. ബട്ട് എനിക്ക് അതൊന്നും ബാധകമല്ല. എനിക്ക് മെറ്റേണിറ്റിക്ക് പോയാൽ എന്താ, അവള് ഗർഭിണി ഞാനൊക്കെ പ്രസവിക്കുന്ന തലേന്ന് വരെ പണിയെടുത്തായിരുന്നു. തലേന്ന് വരെ ഞാൻ ജോലി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മെറ്റേണിറ്റി ലീവ് നല്ല ലാവിഷ് ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. 8 മാസം ഞാൻ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അപ്പം എന്തൊക്കെയാ പറഞ്ഞു വന്നേ? ഓക്കെ, അപ്പൊ എന്തായിരുന്നു പറഞ്ഞത്? മോഹൻലാലിനെ മമ്മൂട്ടിനെ കുറിച്ച് പറഞ്ഞു വന്നതാണ്. മണിച്ചിത്രത്താഴ് തുടങ്ങിയതാണ്. അയ്യോ, അപ്പൊ മണിച്ചിത്രത്താഴ് കണ്ട് ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഉച്ചക്ക് മാലിക് കാണണം. അപ്പൊ ശരി എന്നാ, അപ്പൊ പിന്നെ കാണാട്ടോ. ആദികളോട് പോയി കളിക്കട്ടെ. സൈലന്റ് ആയിരിക്കല്ലോ അവിടെ. ദൈവം, ഇത് ഞങ്ങൾ കെട്ടിപ്പിടിച്ചിരുന്ന ആദിക്കുള്ള പ്രശ്നമാണ് ആ കാണുന്നത്. കൊല്ലാൻ പറ്റുന്നത്. അയ്യോ, ഇഷ്ടമല്ല ഞങ്ങൾ രണ്ടുപേരും അടുപ്പിച്ചിരിക്കുന്നു. സമ്മതിക്കേയില്ലാന്ന്. എല്ലാ പിള്ളേരും ഇങ്ങനെ ആയിരിക്കും അല്ലേ? ചുമ്മാ അടുത്തിരിക്കാനോ ഒന്നും സമ്മതിക്കില്ല. എല്ലാ അപ്പൊ ഭയങ്കര ദേഷ്യമാണ്. കുറച്ചേരം ഇനി ആദ്യയുടെ ഫുട്ബോൾ കളിക്കട്ടെ. ആദ്യം അമ്മയുടെ എല്ലാ ചേച്ചിമാരും ആന്റിമാരൊക്കെ പറയാണ് ആദ്യം മലയാളം പറയുന്നില്ല. ഓക്കെ, സോ ഇപ്പൊ ആദ്യം മലയാളം പറയോ? എല്ലാവർക്കും സുഖമാണോ? സുഖമാണോ? എന്റെ പനി മാറി എന്ന് പറഞ്ഞേ. എന്റെ പനി മാറി. ഇപ്പൊ സുഖം ആയി. ഫുള്ളായിട്ട് പറ. ഫുൾ സെന്റൻസ്. ഫുൾ സെന്റൻസ്. ഇപ്പൊ സുഖമായി പറ. എനിക്ക് സുഖമായി. നീ പഠിപ്പിച്ചെടുക്കുന്ന അവൻ പറയുകയൊക്കെ ചെയ്യും. പറയുന്ന വെച്ച് കഴിഞ്ഞാ ഇത്രയും വലിയ സെന്റൻസ് ഒന്നും അല്ല. അല്ലാണ്ട് അവൻ അത്യാവശ്യം വെള്ളം വേണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറൊക്കെ ഉണ്ട്. പാർക്കിൽ പോകണം എന്നും അങ്ങനെയൊക്കെ. പിന്നെ ഞങ്ങളോട് പറയില്ല, ആന്റിയോട് ഇവിടെ പറയും. ഞങ്ങളോട് പറയാൻ അവനൊരു ചമ്മല് പോലെയാ. അതിന് മാറ്റിയെടുക്കണം. നിങ്ങൾ പറഞ്ഞാൽ ഇനി അവന്റെ അടുത്ത് മലയാളം ആണ് കൂടുതലും. സ്കൂളിൽ പോയി തുടങ്ങിയാൽ മലയാളം മാത്രമേ സംസാരിക്കൂ, വീട്ടിൽ സംസാരിക്കുള്ളൂ എന്നാണ് തീരുമാനം എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി എന്താ എന്തായാലും പണിയുണ്ടായിരുന്നെങ്കിൽ പണിയെങ്കിലും ചെയ്യാറ്. ഇപ്പൊ ഇന്നിനിപ്പം ഏട്ടന്റെ തലയിൽ അലോവേര പാക്ക് ഇട്ട് കൊടുക്കാനാണ്, തലയിലും മുഖത്തും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സ്വന്തം അലോവേര നമ്മള് പുറത്തുനിന്ന് അകത്ത് കയറ്റി വെച്ചതാണ് കേട്ടോ. അപ്പൊ നിറച്ച് അവന് വെച്ചത് അലോവേര പുറത്തിരുന്ന് ഒരുമാതിരി ഉണങ്ങിപ്പോയായിരുന്നു. അകത്ത് കൊണ്ടുവച്ച് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും സൂപ്പറായി. ഒരു മിറാക്കിൾ പ്ലാന്റ് ആണ് കേട്ടോ. എത്ര ബി കെയർഫുൾ കണ്ണാ. അപ്പൊ എന്നിട്ട് അപ്പൊ നമ്മുടെ അലോവേര നല്ല തളർത്ത് കൊഴുത്ത് നിൽക്കുന്നുണ്ട്. അവനെ പിടിച്ചിട്ട് മുറിച്ച് പാക്കാക്കി ഇതിന്റെ തലയിൽ മുഖത്തൊക്കെ തേച്ച് കൊടുക്കട്ടെ. ഇപ്പൊ നമ്മള് ഹെയർ പാക്കിന് വേണ്ടിയിട്ടുള്ള അലോവേര കട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ ഒത്തിരി ഹോം റെമഡീസ് ഒന്നും അങ്ങനെ ചെയ്യുന്ന ആളല്ല കേട്ടോ. അങ്ങനെ ഒത്തിരി ഹെയർ പാക്കുകളും ഫേസ് പാക്ക് അറിയാവുന്ന 1-2 കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, ഷോ. അപ്പൊ അതുകൊണ്ട് അലോവേര എന്തായാലും നല്ലതാണല്ലോ. അത് വെറുതെ തുറന്ന് മിക്സിയിലിട്ട് അടിച്ച് തലയിൽ തേക്കുന്നു, അത്രേ ഉള്ളൂ. ഞാൻ തല തേക്കില്ല, ഏട്ടൻ്റെ മിക്സിയിലൊക്കെ ഇട്ടടിക്കണോ? വേണ്ട, വെറുതെ എടുത്ത് തേച്ചാൽ മതി. ശരി, ഓക്കെ. അപ്പൊ നമുക്കിത് മുറിച്ചെടുക്കാം. സ്വന്തമായി കൃഷി ചെയ്ത് ഉണ്ടാക്കിയതാണ്, ഞാനല്ല, എൻ്റെ അമ്മ.
ഇപ്പൊ പുതിയതൊക്കെ കിളിച്ചു വരുന്നുണ്ട് അതിന്റെ സൈഡിൽ നിന്ന്. അലോവേര അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ മിക്സിയിലിട്ട് അടിച്ചു. ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ടുണ്ട്. ഇത് തല തേച്ച് കൊടുക്കട്ടെ തന്നെ. ഫേസ്പാക്കായിട്ട് നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ അലോവേര തേക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വീടൊന്ന് അടിച്ചു വാരിയൊക്കെ ഇട്ടു. ഇനി കുളിക്കാൻ പോവാണ് കേട്ടോ. അതിനെയും കുളിപ്പിക്കണം, എനിക്കും കുളിക്കണം. അതിനെ മേലെ ഒഴിക്കുന്നേ ഉള്ളൂ, എനിക്കും കുളിക്കണം. അങ്ങനെ ഓക്കെ. ഏറ്റവും കുളിക്കാൻ അപ്പൊ മേലെ ഒഴിലൊക്കെ കഴിഞ്ഞു വന്നു. അപ്പൊ വിചാരിച്ചു കുറച്ച് വാട്ടർമെലൺ ഇരിക്കുന്നുണ്ട്, അപ്പൊ അത് വെച്ച് ഒരു ജ്യൂസ് അങ്ങ് തട്ടിയേക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ അതിന് കേടായി പോവും. വാട്ടർമെലൺ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഈ സാധനം ഇടും കേട്ടോ, സബ്ജ. അത് വെള്ളത്തിലിട്ട് കുതിർത്തി, സബ്ജ എന്നാ പറയുന്നതെന്ന് തോന്നുന്നു. ഹിന്ദിയിലാണ് തന്നെ പറയുന്നത്, ഇംഗ്ലീഷിൽ എന്താണെന്ന് അറിഞ്ഞൂടാ. ഇതിങ്ങനെ അത് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ആ ജ്യൂസും ഉണ്ടാക്കാം, അല്ലെങ്കിൽ അതിരുന്ന് കേടായി പോകും. ആദ്യക്ക് ഫുഡ് കൊടുത്തു, കഴിച്ചു, സമാധാനം. ഇനി നമ്മുടെ വയറ്റിലേക്കൊന്നും പോയില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ജ്യൂസൊക്കെ ഉണ്ടാക്കി കഴിക്കൽ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഉണ്ടാക്കിയതൊക്കെ ഇരിക്കുന്നുണ്ട്. ചിക്കൻ ഇരിക്കുന്നുണ്ട്, മട്ടൺ ഇരിക്കുന്നുണ്ട്, മീൻകറി ഇരിക്കുന്നുണ്ട്, കപ്പ ഇരിക്കുന്നുണ്ട്, ചോറിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ കഴിക്കാം. കപ്പ നല്ല തേങ്ങ ഒക്കെ ഇട്ടെന്ന് വെച്ചാൽ നല്ല കപ്പയാണ്. തേങ്ങ ഇട്ടത് പുഴുക്കല്ല, വെറുതെ പച്ച വെളിച്ചെണ്ണയും തേങ്ങ ചിരകിയതും ഇട്ട് നല്ല രസം ഉണ്ടായിരുന്നു ആൻറ്റി അങ്ങനെ ഉണ്ടാക്കിയിട്ട്. മീൻകറിയൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ കഴിക്കും, ഈ ജ്യൂസും കുടിക്കും, അത് തന്നെ കാര്യം. അപ്പോൾ വാട്ടർമെലൺ ജ്യൂസ് റെഡി. യമി. പിന്നെ ബാക്കി ഫുഡ് കഴിച്ചിട്ട് കുടിക്കാം, അല്ലെങ്കിൽ കുടിച്ചിരിക്കുമ്പോൾ വയറ് കറിയും ഫുഡ് കഴിക്കാൻ പറ്റില്ല. ബൈ. അപ്പം ലഞ്ചൊക്കെ കഴിഞ്ഞെത്തി. ഇനി നേരെ മാലിക് കാണാൻ പോവാണ്. അപ്പം ഇത്രയും വെട്ടം വരാൻ കാരണം കർട്ടൻ ഇട്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ്. മാലിക് കണ്ടിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. അതിൻ്റെ ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട്, സംശയമുണ്ട്. കൂടുതൽ ഉറങ്ങിയാലും ഉറക്കം വരുമല്ലോ, അതാണ്. 10 മണി വരെ കണ്ട് കിടന്ന് ഉറങ്ങിയതാണ്, എന്നിട്ടും ഉറക്കം മതിയായിട്ടില്ലാത്ത പോലെ ഉണ്ട്. ഇവിടെ ഒരു കൊതുക് അടിച്ച് ഇങ്ങനെ തടിച്ചിരിക്കുന്നു. കൊതുകാണ്, അല്ല കൊതുകല്ല, ഇവിടെ കൊതുകില്ല, ഉറുമ്പോ അങ്ങനെ എന്തോ ഒരു സാധനം കടിച്ചിട്ട്. മൂക്കുരുമല്ല, മൂക്കുരാണെങ്കിൽ ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് ചെറിയ വേദനയും കാര്യങ്ങളുണ്ടാകും. ഇത് വേദനയില്ല, ഒരു കടി മാത്രമേ ഉള്ളൂ, അത് സമാധാനം. അയ്യോ, മോക്കുരു വന്നാൽ പിന്നെ അറിയാലോ, മോക്കുരു വരുന്നു, അതിൻ്റെ പാട് എല്ലാം കൂടെ 2-3 മാസം ഒരു പണിയാണ്. പണിയെന്ന് വെച്ചാൽ നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും പോവും, പക്ഷേ ഇത് നമ്മൾ പെട്ടെന്ന് പോകാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമല്ലോ. അപ്പം എന്തായാലും മുഖം ഒന്ന് ക്ലിയർ ആയി വരുന്നതേ ഉള്ളൂ, മോക്കുരു ഒന്നും വരില്ലേ. അപ്പം എന്താ ഈ കൈ ഞാൻ എടുക്കുന്നു. അപ്പം ഇനി നേരെ മാലിക് കാണാൻ പോവാണ്. നമ്മുടെ കഴിക്കാനായിട്ട് ഇതിലിട്ട് വെച്ചേക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മുടെ കടലമുട്ടായിയാണ് രാവിലെ കാണിച്ചു തന്നെ. കടലമുട്ടായിയും കഴിച്ച് മൈസൂർ പാക്കുമായിട്ട് എന്നോട് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടും കൂടെ കഴിച്ച് ഇനി മാലിക് കാണട്ടെ. എന്നിട്ട് പറ്റുവാണെങ്കിൽ കുറച്ച് നേരം കൂടെ ഉറങ്ങണം. എന്നിട്ട് വൈകുന്നേരം പുറത്തൊക്കെ പോകണം. ഓക്കെ, അപ്പോൾ നമുക്കിനി വൈകിട്ട് കാണാം. ഹലോ, സമയം 5:15. നീണ്ട സിനിമയായിരുന്നു, ഉറങ്ങിയൊന്നുമില്ല, ഫുൾ സിനിമ ആണായിരുന്നു. നല്ല നീണ്ട സിനിമയായിരുന്നു, പക്ഷെ നല്ല സിനിമയായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു സീരിയസ് ഇൻറ്റൻസ് മൂവിയാണ്. ഒട്ടും ഒരു എന്താ പറയുക, ഒരു സസ്പെൻസ് ത്രില്ലറോ അല്ലെങ്കിൽ ഒരു കോമഡിയോ റൊമാൻറ്റിക് മൂവി അങ്ങനത്തെ ഒന്നുമല്ല. നല്ല സിനിമയായിരുന്നു. ഒരു തിയേറ്ററിലൊക്കെ ഇറക്കേണ്ട ഒരു സിനിമയായിരുന്നു. അങ്ങനത്തെ ഒരു സിനിമയാണ്. നല്ല സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റ് പറയുന്ന ഒരു സിനിമയാണ്. എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ്. പക്ഷെ തിയേറ്ററിൽ കാണാൻ ഉള്ള ഒരു സിനിമ ഉണ്ടായിരുന്നു. നന്നായിട്ട് എടുത്തിട്ടൊക്കെ ഉണ്ട്, നല്ല സൂപ്പറായിട്ട് എടുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് മാലിക്കിൻ്റെ വിശേഷങ്ങൾ. ഇനി ആദ്യനെ പോയി വിളിക്കണം. എന്നിട്ട് ഒരു കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയേക്കുവാണ്. ഇതുവരെ പോവാത്തൊരു സ്ഥലത്തേക്കാട്ടോ പോകുന്നത്. എവിടെ പോകുന്നത്? യെസ്, ആദ്യക്ക് പുതിയ സ്ലിപ്പർ വാങ്ങാൻ പോവാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഇനി എത്തിയിട്ട് കാണിച്ചു തരാം എവിടെയാ പോണേന്നുള്ളത്. സർപ്രൈസ്. നമ്മൾ എവിടെയാണ്? ഇപ്പൊ
ഇബൻ ബത്തൂത്ത. ഇബൻ ബത്തൂത്ത വരാണ്ട് എന്ത് വീക്കെൻഡ് അല്ലേ. നമുക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞില്ല, ആദ്യം ചെരുപ്പ് വാങ്ങണമായിരുന്നു എന്ന്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പൊ നമ്മൾ ഷോപ്പിങ്ങിന് കൂടുതൽ ഇവിടെ വരിക. പിന്നെ ആദ്യം കൊണ്ട് എപ്പോഴും ഇവിടെ തന്നെയാണ് വരിക, തൊട്ടടുത്തുമാണ്. പക്ഷെ നമ്മളിത് ഡിന്നർ കഴിക്കാൻ പോകും കേട്ടോ. അപ്പോൾ വേറെ എവിടെയെങ്കിലും പോവാം. കൂടുതൽ ഐക്യയിലായിരിക്കും. ഐക്യയുടെ ഫുഡ് കഴിക്കാൻ തോന്നുന്നുണ്ട്. ഒരാൾ പാട്ടൊക്കെ പാടി പോകുന്നുണ്ട്. ഏട്ടൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു, അതുകൊണ്ട് കാറി വെക്കാൻ പോയി. അപ്പം ഞങ്ങളിവന് ഗ്രോസറി കുറച്ച് വാങ്ങാനുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ചു. ഞങ്ങളിനി ഇവന് ചെരുപ്പ് വാങ്ങിച്ചിട്ട് ഇപ്പോഴേക്കും ഏട്ടൻ വരുമായിരിക്കും. അങ്ങനെ ഈ മോളിലെ പ്രത്യേകത ഞാൻ പലവണ പറഞ്ഞിട്ടുണ്ട്. ഇതാ ഇങ്ങനെ കണ്ടോ, മോളുടെ മേലെ ആകാശത്തിന്റെ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഏത് പാതിരാത്രിക്ക് വന്നാലും ഇവിടെ പകല് പോലെ തോന്നും. അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ ഇങ്ങനെ പല കൺട്രീസ് ആണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യ, പേർഷ്യ, ചൈന, അങ്ങനെ പല കൺട്രീസാണ്. അത് ഇബിൻ ബത്തൂത്ത എന്ന് പറയുന്ന ആള് ട്രാവൽ ചെയ്ത എല്ലാ കൺട്രീസും ഇവരിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല മോളാണ്. ദുബായില് ഒരു മസ്റ്റ് വിസിറ്റ് മോളെന്ന് ഞാൻ പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മോളാണ്. ഓക്കെ, അപ്പൊ നമ്മളിനി ചെരുപ്പൊക്കെ വാങ്ങിച്ചിട്ട് ഡിന്നറിന്റെ സമയത്ത് കാണാം കേട്ടോ. ബൈ. അപ്പൊ നമ്മൾ ഐക്യയിൽ തന്നെയാണ് വന്നത്. ഞങ്ങളുടെ ഫേവറേറ്റ് സ്ഥലമാണെന്ന് അറിയാലോ, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് പല സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇനി പോയി സീറ്റ് കണ്ടുപിടിക്കണം. അതാണ് ഒരു മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം. അപ്പൊ ഇതാ കഴിച്ചു തുടങ്ങി കേട്ടോ. അല്ല, കഴിച്ചു തുടങ്ങാൻ പോവാണ്. ഇവിടെ നിന്ന് 1 സെക്കൻഡ് തന്നെ. അയ്യാ, ഇത് നമ്മൾ സ്പെഗറ്റി വിത്ത് മീറ്റ് ബോൾസ്, പിന്നെ സ്റ്റേക്ക്, പിന്നെ അതിൻ്റെ കൂടെ ഗ്രീൻസ്, ഷ്രിംപ് ഡൈനാമൈറ്റ്, സിനമൺ ബ്രൗൺ, പിന്നെ ചിക്കൻ്റെയും പ്രോൺസിൻ്റെയും ഇങ്ങനെ ഒരു ഇത്. പിന്നെ അൺലിമിറ്റഡ് കോഫി എടുക്കാം കേട്ടോ. അവിടെ 4.5 ദിർഹം ഉള്ളൂ. 4.5 ദിർഹം കൊടുത്താൽ മതി, എത്ര കോഫി വേണമെങ്കിലും കുടിക്കാം. അപ്പം കോഫി മഗ് എടുത്തിട്ടുണ്ട്. കഴിച്ചു കഴിഞ്ഞിട്ട് കോഫി ഇഷ്ടം പോലെ അകത്താക്കാം. 4 കപ്പ് കോഫിയെങ്കിലും കുടിക്കാം. ഓക്കെ, പിന്നെ കഴിക്കട്ടെ കേട്ടോ. വെച്ചിന്ന് കുടലേ നിന്ന് കഴിക്കട്ടെ. ബൈ. അങ്ങനെ ഡിന്നർ കഴിഞ്ഞു. കഴിച്ച് ഒരു പരുവായി. അല്ല, വാങ്ങിയത്തെ സാധനങ്ങളെ കഴിച്ചുള്ളൂ. പക്ഷെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഫുൾ കഴിച്ച് തീർത്തു കേട്ടോ. ഒന്നും ബാക്കിയൊന്നും വെച്ചില്ല. പിന്നെ കാശ് കൊടുത്ത് വാങ്ങിക്കുമ്പോൾ പിന്നെ വയ്ക്കാൻ പറ്റില്ലല്ലോ, ബാക്കി വയ്ക്കാൻ പറ്റില്ലല്ലോ. കോഫി 4 കോഫി കുടിക്കുന്ന പറഞ്ഞില്ല, 3 കോഫിയിലേ നിർത്തി. ഇനി വേണമെങ്കിൽ ഞാൻ കുടിക്കാം. പിന്നെ ഞാൻ ഇതൊന്നും ഒരു ഹെൽത്തി സംഭവമല്ലല്ലോ. അപ്പം എന്നെ കണ്ടിനി ആരും കോഫി അടിക്കൊന്നും ആവരുത് കേട്ടോ. പലരും ചേച്ചി ചെയ്യുന്ന പോലെ ചെയ്യാൻ ഇഷ്ടമാണ് എന്നൊക്കെ കമൻ്റൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ദുശീലങ്ങളൊന്നും ആരും പഠിക്കണ്ട. നല്ല കാര്യങ്ങൾ മാത്രം കണ്ടു പഠിച്ചാൽ മതി കേട്ടോ. എന്തെങ്കിലും നല്ലതൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് മാത്രം ചെയ്താൽ മതി. കോഫിയൊന്നും ഒത്തിരി കുടിക്കുന്നത് എന്തായാലും നമുക്ക് നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഒരുപാട് കുടിക്കണ്ട. ഇതൊരു വികാരമാണ് കാപ്പി എന്ന് പറയുന്നത്. അത് എങ്ങനെയൊക്കെ അഡിക്ഷൻ കുറയ്ക്കണം എന്ന് നോക്കിയാലും വേണമെങ്കിൽ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പറ്റായിക്കൊന്നും ഇല്ല. പിന്നെ ഞാൻ വിചാരിച്ചു ബാക്കിയെല്ലാം നല്ല ഹെൽത്തി ആയിട്ടാണ് ചെയ്യുന്നത്. ബാക്കി ഈറ്റിംഗ് ഒക്കെ എൻ്റെ നല്ല സൂപ്പർ ഹെൽത്തിയിലാണ് ഞാൻ എപ്പോഴും ഫുഡ് കഴിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു സൂപ്പർ ഹെൽത്തി എന്ന് വെച്ചാൽ ഹോം മെയ്ഡ് ഫുഡ് തന്നെ എന്നെ സംബന്ധിച്ച് ഹെൽത്തി ഫുഡാണ്. ഞാൻ ഹെൽത്തി ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു ഞാൻ പറയാൻ കാരണം ഞാൻ ഹോം മെയ്ഡ് ഫുഡ് കഴിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളാണ്. കാരണം ഞങ്ങളുടെ ഓഫീസിലൊന്നും അങ്ങനെ ഫുഡ് കൊണ്ടുവന്ന് കഴിക്കാന്ന് പറയുന്ന കൾച്ചറൊന്നും ഇല്ലാത്തതാണ്. ആകെ നമ്മൾ കുറച്ച് പേര് മാത്രമാണ് ഫുഡ് കൊണ്ടുവരുന്നുള്ളൂ. നമുക്ക് അവിടെ പറഞ്ഞ പോലെ കഫേന്നോ അല്ലെങ്കിൽ ഓർഡർ ചെയ്താൽ കൊണ്ടുപോയി അങ്ങനെയൊക്കെയാണ് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ കഴിക്കുക. ഞാൻ അങ്ങനത്തെ ഒരു ശീലങ്ങളും ഇല്ല. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ലഞ്ച് കൊണ്ടുപോവാണ് ചെയ്യാറ്. ബ്രേക്ക്ഫാസ്റ്റും വീട്ടിൽ നിന്ന് കൊണ്ടുപോവാണ് ചെയ്യാറ്. വൈകുന്നേരം വീട്ടിൽ വന്നിട്ടാണ് കഴിക്കുക. ഇങ്ങനെ കഴിക്കുന്ന വീക്കെൻഡ് മാത്രമാണ് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി കഴിക്കുന്നുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഹെൽത്തി എന്ന് പറയുന്നത് എല്ലാ ഗ്രീൻസ് മാത്രം കഴിച്ചാൽ മാത്രമല്ല ഹെൽത്തി ആവുള്ളൂ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചോറും നമ്മുടെ കൂട്ടാനും നമ്മുടെ പുളിശ്ശേരിയും നമ്മുടെ തോരനും നമ്മുടെ മീൻ വറുത്തതും ഒക്കെ ഹെൽത്തി സാധനങ്ങൾ തന്നെയാണ്. അല്ലാണ്ട് സായിപ്പ് കാണിക്കുന്ന ഒലീവ് ഓയിലിട്ട് സോട്ട് ചെയ്യുന്ന വെജിറ്റബിൾസ് മാത്രമൊന്നുമല്ല ഹെൽത്തി. അവരവരുടെ നാട്ടിലെ കാണിക്കുന്നു. നമ്മൾക്ക് എപ്പോഴും ഒരു വെസ്റ്റിലേക്ക് നോക്കി അവർ ചെയ്യുന്നതാണ് ബെസ്റ്റ് എന്നൊരു തോന്നലാണല്ലോ. അപ്പോൾ അവരൊരു ടൈപ്പ് ഡ്രസ്സ് ഇട്ടാൽ അത് ഇട്ടാലാണ് നമ്മുടെ നാട്ടിൽ പുരോഗമനം ഉണ്ടാവുള്ളൂ എന്നൊരു തോന്നലാണല്ലോ നമുക്ക്. ചുരിദാറിട്ടും സാരി ഇട്ടും ഒക്കെ അവരെക്കായി അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റുന്നവരാണ് നമ്മൾ. പറഞ്ഞു വന്നത് എങ്ങോട്ടോ കാട് കയറിപ്പോയി. അപ്പോൾ എന്താ പറഞ്ഞേ? അപ്പോൾ ഫുഡ് കഴിച്ചു. ഏട്ടനും ആദ്യം കൂടെ വാഷ്റൂമിൽ പോയി കാണും. അപ്പോൾ ഞാൻ കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാനിരുന്ന് നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അതും
ഒരു കാപ്പി എന്നൊക്കെ പറയാൻ കണ്ടില്ല, എൻ്റെ മുഖത്തിൻ്റെ അത്രയുള്ള കപ്പിലാണ് അവർ തരുന്നത്. നമുക്ക് തരികയല്ല, നമുക്ക് പോയി എടുത്ത് കുടിക്കാം. അപ്പോൾ കോഫി ഇഷ്ടമുള്ളവർക്ക് അത് ഒരു കോഫി അല്ല, ക്യാപ്പുച്ചിനോ, കോഫി ലാത്തെ എല്ലാം ഉണ്ട് കേട്ടോ, എക്സ്പ്രസ്സോ എല്ലാം ഉണ്ട്. ഇഷ്ടമുള്ളവർക്ക് ഐക്കയിൽ വന്നാൽ മതി. വെറുതെ 2 പേര് വരിക, അൺലിമിറ്റഡ് കോഫി കുടിക്കുക, ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുക. ഈ എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഫി ഷോപ്പിൽ പോകണമെന്നൊന്നുമില്ല, ഇങ്ങനെയുള്ള സ്ഥലത്തും വന്നിരുന്ന് നമുക്ക് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാവുന്നൊരു സ്ഥലമാണിത്. പിന്നെ നല്ല ഇൻറ്റീരിയേഴ്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് പിന്നെ ഇങ്ങനത്തെ ഫുഡും ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുത്തെ ഫുഡും ആംബിയൻസും ഒക്കെ ഇഷ്ടമാണ്. പിന്നെ ഐക്യാന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര രസമാണ്. ഇതിന് ആ ഷോപ്പിംഗ് ഏരിയയിലേക്കൊക്കെ ചെന്നാൽ തന്നെ ഭയങ്കര കിടുവാണ് ഐക്യയിൽ. നമ്മുടെ നാട്ടിലും ഐക്യ വരണം. എനിക്കൊന്നും ഹൈദരാബാദും ഇപ്പോൾ ബോംബെയിലും വന്നിട്ടുണ്ട്, ഇന്ത്യയിൽ കൊച്ചിയിലും വരുമായിരിക്കും എന്തായാലും. അപ്പോൾ വന്നു കഴിയുമ്പോൾ നല്ല എല്ലാവർക്കും പോയി സാധനങ്ങൾ നല്ല അഫോർഡബിൾ ആണ്. അങ്ങനത്തെ ഒരു കടയാണ്. പുറത്തുനിന്ന് കാണുമ്പോൾ തോന്നും ഈ ഭയങ്കര കത്തിയായിരിക്കും, പക്ഷെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും അവർ കടയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഫുഡല്ലായിട്ട് പറയണം, ഹോം ഡെക്കോർ അല്ലെങ്കിൽ നമ്മുടെ കിച്ചൺ ഐറ്റംസ്, അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മളതിനെ കാണുമ്പോൾ വിചാരിക്കും ഓ ഈ സംഭവം കൊള്ളാലോ. അതുകൊണ്ട് ഐക്യയിൽ ഒന്നും എടുക്കണ്ടെന്ന് വിചാരിച്ച് പോയാലും ഐക്യയിൽ പോയാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുത്തേ ഇറങ്ങുള്ളൂ. അപ്പം അങ്ങനെ അപ്പം നമ്മളിനി കോഫിയൊക്കെ കുടിച്ച് കുറച്ചേരം ഇരുന്ന് ആദ്യയുടെ ഫുഡൊന്ന് സെറ്റിലായിട്ട് വേണം. പിന്നെ തൊട്ടടുത്താണ്, അതുകൊണ്ട് വലിയ സീൻ ഉണ്ടാവില്ലായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്, അവനെ കൊണ്ട് ദൂര സ്ഥലത്തേക്ക് പോകണ്ടെന്ന് വെച്ചിട്ട്. അപ്പം ഇനി നമുക്ക് കുറച്ചേരം ഇരുന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് കാണാം കേട്ടോ. ഐക്യയിൽ കയറി കേട്ടോ. ഐക്യയിൽ കയറിയെന്ന് വെച്ചാൽ എൻ്റെ മറ്റേ സെക്ഷനിൽ വന്നു. ഒന്നും എടുക്കില്ല എന്നും പറഞ്ഞ് വന്നതാണേ. ഇപ്പം തന്നെ 4 ബൗൾ എടുത്തു. ഇനി ആദിക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ടൊരു ബോർഡ് അവിടെ കണ്ടു, അതും എടുക്കാൻ പോവാണ്. ഇതാണ് ഐക്യയുടെ പ്രശ്നം, ഒന്നും എടുക്കണ്ടെന്ന് വെച്ച് വന്നത്. കാരണം ഭയങ്കര ചീപ്പാണ്, 3 ദിറമൊക്കെ ഉള്ളൂ. നല്ല നല്ല ഭംഗിയുള്ള നമുക്ക് സ്നാക്സ് ഒക്കെ കഴിക്കാനും നട്ട്സ് ഒക്കെ കഴിക്കാൻ പറ്റിയ ബോള്. അതെ, ഇങ്ങനത്തെ ബൗളുകൾ. ഓക്കെ, അപ്പൊ നമ്മളിനി ആദിയുടെ ആ ബോർഡും കൂടെ നോക്കട്ടെ. ഓക്കെ, ദേ ഇരിക്കുന്ന ടേബിളും ഈ ഒരു ചെയറും കൂടെ വാങ്ങാന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്ന് കളർ ചെയ്യാനൊക്കെ ആയിട്ട് ഫുഡൊക്കെ കഴിക്കാനും. വിൽ കളർ അവൻ തന്നെ കണ്ടുപിടിച്ചതാണ് കേട്ടോ. പിന്നെ നല്ല ഡിസ്കൗണ്ടാണ്, 40% ഡിസ്കൗണ്ടും ഉണ്ട്. അപ്പം അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. എന്താ പറഞ്ഞു, കയറി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വാങ്ങിക്കും. ഇത് ഭയങ്കര വില കുറവ് കേട്ടോ. ഐക്യയിൽ വരേണ്ടവർ ഇപ്പോൾ വരാം. ആ ചെയറിന് 49 ദിറം ഉള്ളൂ. അതിൻ്റെ മേലെ 40% ഓഫ് ഉണ്ട്. ആ ടേബിളിന് വെറും 19 ദിറം ഉള്ളൂ കേട്ടോ. അപ്പം അത്രയ്ക്ക് ചീപ്പാണ്. അതുകൊണ്ടാണ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ ഇപ്പോൾ സമയം നമ്മുടെ വീട്ടിൽ സ്ഥലമില്ല, ഇന്ന് നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് പുതിയ സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചതാണ്. ബട്ട് ഇതെല്ലാം കണ്ട സ്ഥിതിക്ക് വാങ്ങിയേക്കാം. നല്ല കിച്ചൺ അല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി വ്യൂ. ഈ വ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കുക്ക് ചെയ്യുന്നു, വ്യൂ കാണുന്നു, ഇവിടെ ഇരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. അടിപൊളിയായിട്ടുണ്ട്. ഐക്യയിൽ വന്നാൽ മതി. നമുക്ക് ഒരു കിച്ചൺ എങ്ങനെ, കിച്ചൺ അല്ല എൻ്റെ ഹൗസ് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളതും എന്തൊക്കെ ഐറ്റംസ് വാങ്ങണം എന്നുള്ളതും ഒക്കെ ഐഡിയ കിട്ടും. ഇതൊക്കെ ഒരു വ്യൂ. ഏട്ടാ നമുക്ക് ഇങ്ങനത്തെ കിച്ചൺ മതി. ആയിക്കോട്ടെ, സൂപ്പറാണ്. വ്യൂവും കുക്കിങ്ങും ഒരുമിച്ച് വന്നാൽ കിട്ടുമായിരിക്കും. പിന്നെ ഇതുപോലത്തെ ഐലൻഡ് കിച്ചണും കൂടെ വന്നാൽ നല്ല രസമുള്ള മാറ്റ് ഫിനിഷിലുള്ള നല്ല സിങ്കും ഇവിടെ ഉണ്ടല്ലോ. സിങ്ക് അടിപൊളി, സൂപ്പർ. പോവാം. 10:30 സമയം. ഇതിൻ്റെ അകത്ത് കയറിയ സമയം പോണതേ അറിയില്ല. മണിക്കൂറുകളോളം കാണാനുള്ള സാധനമുണ്ട്. അയ്യോ സുഖം. ഇതിപ്പോൾ കിച്ചൺ മാത്രമേ, പല കിച്ചണുകള്, പല ബെഡ്റൂമുകള്, ഡൈനിങ് ഏരിയാസ് എല്ലാം നല്ല അടിപൊളിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പയ്യൻ ഞങ്ങൾ ഇറങ്ങട്ടെ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. ഇതേ സമയം 11:45 ഇപ്പോഴാണ് എത്തിയത്. ഐക്യ കയറി കഴിഞ്ഞാൽ അങ്ങനെയാണ്, ഇങ്ങനെ വിശാലമായി കിടക്കുകയാണല്ലോ. അപ്പൊ ഇതിന് അവിടെ ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് ഓരോന്ന്. പിന്നെ ആദ്യമുള്ള ടേബിളും ചെയറും എടുത്തു. അതിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. പിന്നെ ബൗള് 3 ദിറം. പിന്നെ വാങ്ങിച്ച സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതെന്താന്നുള്ളത്, ഈ കട്ടിലിരുന്ന് വർക്ക് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് കട്ടിലിരുന്ന് ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യണമെങ്കിലോ ഉള്ള ഒരു സാധനമാണ് കേട്ടോ. എന്താ പറയാ, ബെഡ് ട്രേ എന്നാണ് പറയാ. അപ്പൊ ആ ഒരു സാധനം ഞാൻ അസംബിൾ ചെയ്യണം. അത് അസംബിൾ ചെയ്യാനൊന്നും ഇല്ല, ജസ്റ്റ് തുറന്നാൽ മതി. രാത്രിയായി തുറന്നു കാണിക്കാൻ ഞാൻ എൻ്റെ പടം സൈഡിൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ നമുക്ക് വർക്ക് ഫ്രം ഹോം ഒക്കെ ചെയ്യുമ്പം ഉപകാരമാവും. ഓക്കെ, അതും പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ TV എന്നോട് സോഫയിലൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ കോഫി ഒന്നും വയ്ക്കാൻ സ്ഥലമില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അയ്യോ ഭയങ്കര എക്സോസ്റ്റഡ് ആയിപ്പോയി, നടന്ന് മടുത്തു. ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് കീപ് ലൈക്ക് മൈ ചാനൽ. സീ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ യു ടേക്ക് കെയർ. ബൈ. കൂട്ടിലെത്താൻ കൊതിക്കുന്ന കുയിൽ കുഞ്ഞും നിന്റെ പാട്ടു കേട്ടു മണിത്തൊട്ടിൽ ചൂടറിയും.
ആട്ടവിളക്കണഞ്ഞൊരു കളിയരങ്ങിൽ നിന്റെ